ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് പേടിഎമ്മിൻ്റെ റിസൾട്ട് ഒന്ന് ജസ്റ്റ് ഓടിച്ച് നോക്കാം. അവരുടെ നെറ്റ് പ്രോഫിറ്റ് 550 കോടിയായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് ഈ ക്വാർട്ടറിൽ. കഴിഞ്ഞ വർഷം സെയിം ക്വാർട്ടറിൽ 168.9 കോടിയായിരുന്നു. അവരുടെ റവന്യൂ 3% താഴ്ന്ന് 2267 കോടിയായിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയായിരിക്കും, കുറച്ച് മാസം മുമ്പ് അവർക്ക് RBI അവർക്കെതിരെ ആക്ഷൻ എടുത്തിരുന്നു. PI ട്രാൻസാക്ഷനും പേടിഎം പേയ്മെൻറ്റ്സ് ബാങ്കിനും കുറച്ച് റെസ്ട്രിക്ഷൻസ് ഏർപ്പെടുത്തിയിരുന്നു. അതൊക്കെ അവരുടെ ബിസിനസ്സിന് നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. പേടിഎം പേയ്മെൻറ്റ്സ് ബാങ്കിൻ്റെ വാലറ്റും ഫാസ്ടാഗും ഇതെല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരുന്നത് പേടിഎം ആയിരുന്നു. പക്ഷേ RBI റെസ്ട്രിക്ഷൻ കാരണം അതിപ്പോൾ സ്റ്റോപ്പ് ആയിട്ടുണ്ട്. കമ്പനി മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ചെലവ് ചുരുക്കാനാണ്. അതിനുള്ള ആദ്യ സ്റ്റെപ്പായിട്ട് അവരുടെ എംപ്ലോയി സ്ട്രെങ്ത് അവർ കുറക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. പിന്നെ അവരുടെ മെയിൻ ബിസിനസ് ആയിട്ടുള്ള പേയ്മെൻറ്റ് ബിസിനസ്സിലേക്ക് അവർ ഫോക്കസ് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതുമായിട്ട് ബന്ധമില്ലാത്ത നോൺ കോർ ആയിട്ടുള്ള ബിസിനസ്സുകളെല്ലാം അവർ ഒഴിവാക്കാനും കുറക്കാനും പ്ലാൻ ചെയ്യുന്നുണ്ട്. എപ്പോഴും ഒരു കമ്പനി അവരുടെ മെയിൻ ബിസിനസ്സിൽ ഫോക്കസ് ചെയ്ത് അത് വലുതാക്കിയ ശേഷം മറ്റു ബിസിനസ്സുകളിലേക്ക് പോകുന്നതാണ് നല്ലത്. പക്ഷേ പേടിഎം ഓവർ ഡൈവേഴ്സിഫൈ ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ അവരത് കുറച്ച് കൊണ്ടുവന്ന് ചിലവ് നല്ല രീതിയിൽ കുറക്കാനുള്ള പ്ലാൻ ചെയ്യുന്നുണ്ട്. ഈ ഒരു കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ ചെയ്താൽ ഭാവിയിൽ അവർ കയറുമെന്ന് പ്രതീക്ഷിക്കാം. നമുക്ക് നോക്കാം എന്താ സംഭവിക്കുന്നുള്ളത്.